സ്വാമിയെ ശരണമയ്യപ്പ. കേരളത്തിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ അയ്യപ്പ ഭക്തരുടെ നാവിൻ തുമ്പിൽ വരുന്ന ശരണമന്ത്രമാണത്. കല്ലും മുള്ളും കാലിനുമെത്ത, നെയ്യഭിഷേകം സ്വാമിക്ക്, കർപ്പൂര ദീപം സ്വാമിക്ക്, എല്ലാമെല്ലാം സ്വാമിക്ക്. ശബരിമല സന്നിധാനത്തേക്ക് 41 ദിവസത്തെ പുണ്യവ്രതമെടുത്ത കല്ലും മുള്ളും നിറഞ്ഞ കാനന പാത താണ്ടി പുണ്യ 18 പടി ചവിട്ടി അയ്യപ്പന്റെ മുന്നിലെത്തുന്ന അയ്യപ്പ വിശ്വാസികൾ വിളിക്കുന്ന ശരണമന്ത്രമാണ്. എല്ലാം അവർ സ്വാമിക്ക് അർപ്പിക്കുകയാണ്. അതായത് തങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വഴിപാടുകൾ എല്ലാം സ്വാമിയുടെ മുന്നിൽ അർപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ഭക്തൻ നൽകിയ ദ്വാരപാലക ശില്പമാണിപ്പോൾ ശബരിമലയിൽ നിന്ന് പോറ്റി കൊണ്ടുപോയിരിക്കുന്നത്. അതായത് ഒരു പോറ്റി, ശബരിമലയിലെ പോറ്റിയല്ല, ഒരു പോറ്റി. ഈ പോറ്റിക്ക് പിന്നിൽ ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത്. പോറ്റി ഒരു ചെറിയ മീനല്ല എന്ന കാര്യം ഇതിനകം വ്യക്തമായിട്ടുണ്ട്. 2019 കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറും ദേവസ്വം ബോർഡ് അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്തെത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമലയിൽ നടന്ന വലിയ കൊള്ളയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വലിയ കൊള്ളയ്ക്ക് സർക്കാർ സംവിധാനങ്ങളുടെ കൂട്ടുണ്ട്, ഈ വലിയ കൊള്ളയ്ക്ക് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കലിയുഗ വരദനായ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം, യോഗദണ്ഡടക്കം അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന്, കാനന മധ്യത്തിലെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ആരനുവാദം നൽകിയെന്നൊരു ചോദ്യം ഭക്തർ ഉന്നയിക്കുമ്പോൾ ദേവസ്വം ബോർഡിന് മറുപടിയില്ല, ദേവസ്വം മന്ത്രിക്ക് മറുപടിയില്ല. ഇത്തരത്തിൽ ശബരിമലയെ ഒരു കറവ പശുവാക്കി മാറ്റിയിരിക്കുകയാണ്. ശബരിമലയെ ഒരു പൊന്മുട്ടയുടെ താറാവാക്കി ഭരണാധികാരികൾ മാറ്റിയിരിക്കുകയാണ്. ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്നും പണവും എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ ഇതിന് ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ്. അയ്യപ്പനെ സംരക്ഷിക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം വന്നിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിശ്വാസ സംരക്ഷണ യാത്രയുമായി കേരളത്തിൽ കളം നിറയുകയാണ്. 4 മേഖലാ യാത്രകളാണ് കേരളത്തിൽ നടക്കുന്നത്. ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടുവിറ്റ് പുട്ടടിച്ച ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും, അവരെ തുറന്നു കാണിക്കും, അവരെ കൽത്തുറങ്കിൽ അടയ്ക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കാരണം സാധാരണക്കാരായ അയ്യപ്പ ഭക്തർ നൽകുന്ന കാണിക്കയും സ്വർണവും അവർ നൽകുന്ന എല്ലാം അടിച്ചുമാറ്റി കോടീശ്വരന്മാരാകുന്ന ആളുകളെ ഇനിയെങ്കിലും തുറന്നു കാണിച്ചില്ലെങ്കിൽ അത് കേരളത്തിലേക്ക് എത്തുന്ന ശബരിമല സന്നിധാനത്തേക്ക് ഓരോ മാസവും നട തുറക്കുമ്പോഴും മണ്ഡല മകരവിളക്ക് പൂജയ്ക്ക് നട തുറക്കുമ്പോഴും എത്തുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരോട്, കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും. അത്രത്തോളം അയ്യപ്പ വിശ്വാസികൾ ശബരിമല സന്നിധാനത്ത് ദർശനത്തിനായി എത്താറുണ്ട്. ആ അയ്യപ്പ വിശ്വാസികളെ എല്ലാം വഞ്ചിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നില്ല. ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ, ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ദിവസങ്ങൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടി നടന്നു കഴിഞ്ഞാൽ മാത്രമേ ശബരിമലയിൽ നടന്ന കൊള്ള എത്ര ആഴത്തിലുള്ള കൊള്ളയാണെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കൂ. എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയ കുംഭകോണമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. ഇതിന് ചുക്കാൻ പിടിച്ച ദേവസ്വം ബോർഡിന്റെ ആളുകളെ, പോറ്റിയെ, ഉദ്യോഗസ്ഥരെ എല്ലാവരെയും കയ്യാമം വെച്ച് കൽത്തുറങ്കിൽ അടച്ചാൽ മാത്രമേ കോടാനുകോടി വരുന്ന അയ്യപ്പ ഭക്തർക്ക്, അയ്യപ്പ വിശ്വാസികൾക്ക് ഒരു സമാധാനം കിട്ടുകയുള്ളൂ. ശബരിമലയെ കറവ പശുവാക്കി മാറ്റുന്ന വിശ്വാസമില്ലാത്ത ആളുകൾ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ ഇത്തരത്തിൽ പലതും നടക്കുമെന്ന് കേരളം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ശബരിമല പവിത്രമായ അയ്യപ്പ ക്ഷേത്രമാണ്. സുപ്രീം കോടതി വിധിയുടെ മറപിടിച്ച അയ്യപ്പ ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ച അതേ ഭരണകൂടം ഇപ്പോൾ അയ്യപ്പന്റെ മുതലുകൾ മോഷ്ടിച്ച് പുട്ടടിക്കുകയാണ്. എന്തായാലും ഇവർക്ക് സാക്ഷാൽ അയ്യപ്പൻ മാപ്പ് നൽകിയാലും കേരളത്തിലെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ മാപ്പ് നൽകില്ല. സർക്കാരിനെ കൊണ്ട്, ദേവസ്വം ബോർഡിനെ കൊണ്ട് അയ്യപ്പന്റെ മുതൽ കട്ട വിഷയത്തിൽ അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.